കർത്താവ് നിങ്ങളോടുകൂടെ. കൂടെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് ചോദിച്ചു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക പ്രയാസം. അവൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം! ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു കഴിയും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്കെല്ലാം സാധിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷം നമ്മുടെ പാപങ്ങൾ നീക്കുമാറാകട്ടെ. യേശു ചെയ്ത പ്രവർത്തികളൊക്കെ കണ്ടിട്ട് യേശുവിനെ അനുഗമിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ഒരു യുവാവിനോടുള്ള സംഭാഷണം. യേശു ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പെട്ടെന്ന് ആ യേശുവിലേക്ക് ആകൃഷ്ടനായിട്ട് ഈ യുവാവ് കടന്നു വരുമ്പോൾ ആദ്യം തന്നെ യുവാവ് പറയുന്നത്, അഭിസംബോധന ചെയ്യുന്നത് നല്ലവനായ ഗുരു എന്നാണ്. ഇപ്പോൾ ഗുരുക്കന്മാരൊത്തിരി പേരുണ്ട്, എന്നാൽ നല്ലവനായ ഒരുവനെയുള്ള എന്നാണ് അവൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ദൈവം മാത്രമല്ലേ നല്ലവനായിട്ടുള്ളൂ. ഒരു പരീക്ഷിക്കുവാനുള്ള ചോദ്യം ചോദിക്കുക. അതായത് ദൈവമായിട്ട് തന്നെ കാണുന്നു എന്ന് മനസ്സിലാക്കിയ ഈശോ അവനോട് ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. അപ്പോൾ അനുഗമിക്കണമെങ്കിൽ എന്തൊക്കെ വിട്ടുപേക്ഷിക്കണം, എന്തൊക്കെ സ്വന്തമാക്കണം എന്ന് ഈശോ അവനെ പഠിപ്പിക്കുന്നു. അപ്പം അത് ഉപേക്ഷിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെയും ഈശോ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്കൊരു കുറവേ ഉള്ളൂ, അത് നീ ഏറ്റവും വിലമതിക്കുന്ന അല്ലെങ്കിൽ മൂല്യമായിട്ട് കരുതി വച്ചിരിക്കുന്ന ഈ ലോകത്തിലെ സമ്പത്താണ്. ദൈവത്തിനേക്കാൾ കൂടുതലായിട്ട് വിലയുള്ളതായിട്ട് നമ്മൾ പല കാര്യങ്ങളും പല ബന്ധങ്ങളും ഒക്കെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, പല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചപ്പോൾ ചിലതൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു? പലപ്പോഴും ഞാനും ചിന്തിക്കാറുള്ളൊരു കാര്യം എന്താണ്, ഈശോ എന്തിനാണ് ഈ പത്രോസിനെ വിളിച്ചപ്പോൾ അല്ലെങ്കിൽ മറ്റു ശിഷ്യരെ വിളിച്ചപ്പോൾ നീ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞത്? ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് നിറയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ മറ്റൊന്നിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രയാസം. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ ജീവിതാവസ്ഥയിൽ വേറെ പല കാര്യത്തിനും ഞാൻ മൂല്യങ്ങൾ കൊടുത്തിട്ട് ഹയർ മൂല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിറകുടം എന്ത് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് ഒന്നിനെയും ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും വലിയതിനെ സ്വീകരിക്കണമെങ്കിൽ ചിലതിനെ ഞാൻ ഉപേക്ഷിക്കേണ്ടിയിരിക്കും. അതൊരു എംപ്റ്റിനെസ് ആവശ്യമാണ്. നീ എപ്പോഴാണോ നിന്നെ തന്നെ ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നത്, ദൈവത്തിനായിട്ട് നിൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയുമൊക്കെ
വിശകലനം ചെയ്ത് അത് പൂർണ്ണതയിലെത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ നിൻ്റെ ദൈവം നിന്നിൽ കടന്നു വരികയും പ്രവർത്തിക്കുകയും ജ്ഞാനമുള്ള മകനായിട്ട് മകളായിട്ട് മാറുകയും ചെയ്യും. ഈശോ പറഞ്ഞ മറ്റൊരു വചനമുണ്ട്, ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെതല്ലാതായിരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ ഈ യുവാവിനോടും ഈശോ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ, നീ ലോകത്തിൻ്റെ മൂല്യങ്ങളാണ് കൂടുതലായിട്ട് സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്, അപ്പോൾ നീ ലോകത്തിലാണ്. ഹൃദയം, നിൻ്റെ സമ്പത്ത് എവിടെയാണോ അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയവും. മറ്റൊരു വചനമാണ്, നീ എന്തിനെയാണോ സമ്പത്തായിട്ട് കരുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ ആയിരിക്കും നിൻ്റെ. ഇപ്പം നമ്മൾ കുറച്ച് പൈസയുമായിട്ട് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ മൊബൈൽ ഫോൺ ഇട്ടുകൊണ്ട് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന അവിടെ ആയിരിക്കും, ഉണ്ടോ, പോയിട്ടുണ്ടോ, നഷ്ടപ്പെട്ടിട്ടോ. കാരണം നമ്മൾ ഏറ്റവും വിലപിടിപ്പുള്ളൊരു സാധനം നമ്മൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ചില മൂല്യങ്ങൾ. അത് ഒരുപക്ഷെ വിശുദ്ധിക്ക് തടസ്സമായിട്ടുണ്ടാകാം, ജ്ഞാനത്തിന് തടസ്സമായ മൂല്യങ്ങൾ. ലോകത്തിൻ്റെ മൂല്യങ്ങൾ പലപ്പോഴും ദൈവത്തിൻ്റെ മൂല്യങ്ങളല്ല. വില കൊള്ളതെന്ന് ലോകം പഠിപ്പിക്കുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ വിലകെട്ടതായിട്ട് മാറും. എന്നാൽ വിലകെട്ടതെന്ന് ലോകം പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ മുൻപിൽ അമൂല്യമായി തീരുകയും ചെയ്യും. അപ്പോൾ ഈ യുവാവ് വിഷാദിച്ചുകൊണ്ട് ദുഃഖത്തോടു കൂടി കടന്നുപോയെന്ന് വചനം പറഞ്ഞുകൊണ്ട് അവസാനം നിർത്തുന്നുണ്ട്, അവൻ്റെ സമ്പത്തിലായിരുന്നു അവൻ്റെ ഹൃദയം മുഴുവൻ. നമുക്ക് കണ്ണുകളടക്കാം. അച്ഛൻ നിർത്തുകയാണ്. നിൻ്റെ സമ്പത്തായിട്ട് നീ കരുതി വച്ചിരിക്കുന്നത് ദൈവത്തെയാണോ ലോകത്തെയാണോ? നിൻ്റെ സന്തോഷമായിട്ട് നീ കരുതി വച്ചിരിക്കുന്നത് ലോകം നൽകുന്ന, നശിച്ചു പോകുന്ന, പെട്ടെന്ന് തീർന്നു പോകുന്ന സന്തോഷത്തെയാണ്? എന്നാൽ നിത്യജീവൻ നൽകുന്നൊരു സന്തോഷമാണ് ദൈവം നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്.